ഹായ് ഗൈസ്, കുറേ നാളായി വിചാരിക്കുന്ന ഒരു ഫ്ലാസ്ക് മേടിക്കണമെന്ന്. അങ്ങനെ ഫ്ലിപ്കാർട്ടിൽ തിരയുമ്പോഴാണ് പെസ്പോ കമ്പനിയെക്കുറിച്ച് അറിയുന്നത്. ഏതായാലും ഒരെണ്ണം ഓർഡർ ചെയ്തു. ഏതായാലും നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞ പെസ്പോ കമ്പനിയുടെ ഫ്ലാസ്ക്. ഇനി 550 രൂപയാണ്. ഡെലിവറി ചാർജും കൂടെ കൂട്ടി 567 രൂപയാണ്. അതിൽ ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ ഫ്ലാസ്ക്. 2 കവറിലാണ് ഫ്ലാസ്ക് വന്നത്. ഒരു വിരാട് കോഹ്ലിയുടെ ഫോട്ടോ നമുക്ക് കാണാം. പെസ്പോ കമ്പനിയുടെ ഫ്ലാസ്കാണ്. 24 മണിക്കൂറാണ് ഇതിൻ്റെ അകത്ത് ഇവർ പറയുന്നത്. ചൂടാണെങ്കിലും തണുപ്പാണെങ്കിലും 24 മണിക്കൂർ കിട്ടുമെന്നാണ് പറയുന്നത്. 2 വർഷത്തെ വാറൻറ്റിയും ഉണ്ട്. ഏതായാലും നമുക്ക് ഫ്ലാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് അതിൻ്റെ നല്ലൊരു അടിപൊളി കവറിങ് ആണ്. വിരാട് കോഹ്ലിയാണ് മെയിനായിട്ട് നിൽക്കുന്നത്. നമുക്കേതായാലും ഫ്ലാസ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ഫ്ലാസ്കാണെന്നാണ് തോന്നുന്നത്. ഏതായാലും ഒരു 24 മണിക്കൂർ ചൂട് വെച്ച് നോക്കിയാലേ അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഫ്ലാസ്ക് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ ഫ്ലാസ്ക്. അങ്ങനെ അവനെ മെല്ലെ പുറത്തോട്ടെടുത്തു. കണ്ടോ, നല്ലൊരു അടിപൊളി കവറിങ് ആണ്. പെസ്പോ കമ്പനിയാണ്. പെക്സ്പോ. ആദ്യമായിട്ടാണ് ഈ കമ്പനിയെക്കുറിച്ച് കേൾക്കുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഏതായാലും യൂസ് ചെയ്ത് നോക്കിയാൽ മാത്രമേ അറിയാൻ പറ്റത്തുള്ളൂ. ഏതായാലും ഞാൻ സാധാരണ നോർമലി മിൽട്ടൺ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനിയെക്കുറിച്ച് കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ഫ്ലാസ്ക്. ഏതായാലും മേടിച്ചില്ല. ടെസ്റ്റിങ്ങിന് വേണ്ടി ഒരു 24 മണിക്കൂർ, എത്ര മണിക്കൂർ ഇതിൻ്റെ കിട്ടുമെന്നറിയാൻ വേണ്ടി ഞാൻ വെള്ളം ഏതായാലും ചൂടാക്കി. ഒരു കെറ്റിലിനകത്ത് വെള്ളമൊക്കെ ചൂടാക്കി ഇനി ഒഴിച്ച് നോക്കണം. ഒഴിച്ച് നോക്കിയിട്ട് ഒരു 24 മണിക്കൂർ എത്ര മണിക്കൂർ കിട്ടുമെന്ന് നോക്കണം. മാക്സിമം എത്ര മണി, ഇവർ പറയുന്നത് 24 മണിക്കൂറാണ്. മാക്സിമം എത്ര മണിക്കൂർ കിട്ടും നോക്കണം. അത്രയും മണിക്കൂർ കിട്ടുന്നില്ലെങ്കിൽ റിട്ടേൺ അടിക്കണം. 550 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഏതായാലും ഇതിൻ്റെ അകത്തോട്ട് വെള്ളം ഒഴിക്കുകയാണ്. ഇത് 980 മില്ലിയാണ് ഇതിൻ്റെ അളവ് പറയുന്നത്. മാക്സിമം 980 മില്ലി. അത്രയും മില്ലിയുടെ ഒന്നും ആവശ്യമില്ല. എനിക്കൊരു 500 മില്ലിയുടെ മതിയായിരുന്നു. പക്ഷേ ഞാൻ മേടിച്ചപ്പോൾ വലുത് മേടിച്ചു. ഇത് ഭയങ്കര